ചുവരിൽ ചുറ്റിക കൊണ്ടടിച്ചപ്പോൾ മൈക്കിന് അപ്രതീക്ഷിതമായി $30 ലക്ഷം ലഭിച്ചു. കെട്ടിടം 2 മണിക്കൂറിനുള്ളിൽ പൊളിക്കുമെന്നറിഞ്ഞ മൈക്ക് പണം ഒളിപ്പിച്ച ശേഷം സഹപ്രവർത്തകനോടൊപ്പം പുറത്തുപോയി. ആരും കാണാതെ തിരികെ കയറിയ അവൻ പണസഞ്ചിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പണം അന്വേഷിച്ചു വന്ന ഒരു വൃദ്ധനെ കണ്ടു. പണവുമായി ഗോവണി വഴി താഴേക്കിറങ്ങിയ മൈക്ക് ഗുണ്ടകളെ കണ്ട് ഭയന്ന് അടുത്ത നിലയിൽ ഒളിച്ചു. അവിടെ വച്ച് അബദ്ധത്തിൽ ഒരു പൈപ്പിൽ തട്ടിയതോടെ ഗുണ്ടകൾ അവനെ തെരഞ്ഞു തുടങ്ങി. കർട്ടന് പിന്നിൽ ഒളിച്ച മൈക്ക് അവിടെ ആ വൃദ്ധനെയും കണ്ടു. എന്നാൽ ഗുണ്ടകൾ മൈക്കിന്റെ സഹപ്രവർത്തകനെ പിടികൂടിയതോടെ അവർ താൽക്കാലികമായി പിൻവാങ്ങി. സഹപ്രവർത്തകനെ അവർ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെ പ്രകോപിതനായ മൈക്ക് ഗുണ്ടകളെ നേരിടാൻ തീരുമാനിച്ചു. മുൻ ബോക്സറായ അവൻ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തി. ഗാർബേജ് ഷൂട്ട് വഴി താഴേക്ക് ചാടിയ മൈക്കിനെ വൃദ്ധൻ തടഞ്ഞു നിർത്തി പണം എവിടെയെന്ന് ചോദിച്ചു. അവർ തമ്മിൽ പോരാട്ടം നടക്കുന്നതിനിടയിൽ ഗുണ്ടകൾ അവിടേക്കെത്തി. ശത്രുവിന്റെ ശത്രുമിത്രമെന്ന നിലയിൽ അവർ ഒന്നിച്ചു ചേർന്ന് ഗുണ്ടകളെ തോൽപ്പിച്ചു. താനൊരു ജയിൽ ഗാർഡാണെന്നും മകളുടെ ചികിത്സയ്ക്ക് പണം വേണമെന്നും വൃദ്ധൻ വെളിപ്പെടുത്തി. ഇത് കേട്ട മൈക്ക് പണത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകി. രണ്ടുപേരും അവിടെ നിന്നും രക്ഷപ്പെട്ടു.